ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓർക്കിഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ജമന്തി നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ജമന്തിയുടെ പരിപാലനത്തെക്കുറിച്ച് മുൻപൊരു വീഡിയോ ഇട്ടപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ചെടി വാടി പോകുന്നതായിട്ട് കമൻസ് വന്നിരുന്നു. നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ചെടി മാറ്റി നടുമ്പോൾ അതിൻ്റെ വേരിന് ഇളക്കം തട്ടും. അങ്ങനെ ഇളക്കം തട്ടുമ്പോൾ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശരിയായ രീതിയിൽ വെള്ളം വലിച്ചെടുക്കാൻ ചെടിക്ക് കഴിയില്ല. അങ്ങനെയുള്ള ചെടീനെ നമ്മൾ വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ ഒന്നാമത് ചെടിയിൽ ജലാംശം കുറവായിരിക്കും, വെള്ളം വലിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ബാക്കിയുള്ള ജലം കൂടി നഷ്ടപ്പെടാനുള്ള ചാൻസ് വരും. അതുകൊണ്ട് ജമന്തി മാറ്റി നടുമ്പോൾ അത് കുറച്ച് ദിവസം തണലിൽ തന്നെ വെക്കാം. മിനിമം 3 ദിവസം തണലിൽ വെക്കണം. റിക്കവർ ആയെന്ന് തോന്നിയാലേ വെയിലിലേക്ക് മാറ്റാവുള്ളൂ. പിന്നെ ഒരു കാര്യം, ജമന്തി വാങ്ങുമ്പോൾ ഇലകളും പൂവും തണ്ടും നല്ലപോലെ നോക്കണം. കാരണം അഫിഡ്സ്, സ്പാഡോമൈറ്റ്സ് തുടങ്ങിയ ഇൻസെക്ട്സ് ജമന്തി ചെടിക്ക് വലിയ ഭീഷണിയാണ്. പലപ്പോഴും വാങ്ങുന്ന സമയത്ത് നമ്മളതിനെ കണ്ടെന്ന് വരില്ല. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് ചെടി കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിപ്പോകുന്നതാണ് നമ്മൾ പിന്നെ കാണുക. നമുക്കതിൻ്റെ കാരണം പലപ്പോഴും മനസ്സിലാവില്ല. അതുകൊണ്ട് ചെടി നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നിങ്ങളതിൻ്റെ ഇലയുടെ അടിഭാഗം നല്ലപോലെ നോക്കുക. അതുപോലെ തണ്ടും പൂമൊട്ടിൻ്റെ അടിഭാഗവും നോക്കണം. ബ്ലാക്ക് കളറിലുള്ള ഇൻസെക്റ്റിനെ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പുതിയ ഇലകൾ വരുന്ന അവിടെയാണ് അധികവും ഇതുണ്ടാവുക. കൂടുതലായി കഴിയുമ്പോൾ പൂവിൻ്റെ അടിയിൽ, മൊട്ടിൻ്റെ അടിയിലൊക്കെ കാണാം. പക്ഷെ സ്പാഡോമൈറ്റ്സ് വളരെ സ്മോൾ ആയതുകൊണ്ട് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചെടികൾ വാങ്ങുമ്പോൾ തണ്ടിൻ്റെ മുകളിലൊക്കെ നിറയെ സ്പാഡോമൈറ്റ്സ് കാണാറുണ്ട്. പ്രായം കുറഞ്ഞ ചെടികളിൽ ഇതിൻ്റെ തണ്ടിൻ്റെ കളറുമായി മാച്ച് ആവുന്നത് കൊണ്ട് നിറയെ പൂക്കളുള്ള ചെടിയിൽ ഇത് ശ്രദ്ധയിൽപ്പെടില്ല. വീട്ടിൽ വളരുന്ന ചെടിയിൽ മൈറ്റ്സ് വരുന്നത് പോലെയല്ല. നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ചെടി അന്തരീക്ഷം മാറിയതിൻ്റെ സ്ട്രെസ്സ്, അതിൻ്റെ കൂടെ ഈ മൈറ്റ്സും കൂടെ ആവുമ്പോൾ നശിച്ചു പോവാറാണ് പതിവ്. ആഫിഡ്സ് ഒരുപാടായി കഴിയുമ്പോൾ ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്താൽ പോലും പോയെന്ന് വരില്ല. ഈ ആഫിഡ്സ് ചെടിയുടെ നീര് വലിച്ചെടുത്ത് ജീവിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആഫിഡ്സ് വെക്ടേഴ്സ് കൂടിയാണ്. പലതരം അസുഖങ്ങൾ കൂടി അത് ചെടിയിൽ പരത്തും. അതുകൊണ്ട് വാങ്ങുന്ന സമയത്ത് കാണുകയാണെങ്കിൽ മാക്സിമം ആ ചെടി ഒഴിവാക്കുക. വീട്ടിൽ കൊണ്ടുവന്ന ശേഷം നല്ലപോലെ ചെടിയിൽ സോപ്പ് സൊല്യൂഷൻ സ്പ്രേ ചെയ്യാം. ലിക്വിഡ് സോപ്പ് 5 തുള്ളി 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടിയിൽ നല്ലപോലെ സ്പ്രേ ചെയ്യാം. ഇലയുടെ അടിഭാഗത്തും തണ്ടിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്യണം. ആഫിഡ്സ്, സ്പാഡോമൈറ്റ്സ് ഒക്കെ ഉള്ള ചെടിയിൽ മൊട്ട് വിരിയാതെ കറുപ്പ് നിറമായിട്ട് വീണ് പോവാറുണ്ട്. ഈ മൈറ്റ്സ് ഒരു ചെടിയിൽ നിന്ന് മറ്റു ചെടിയിലേക്ക് വരും, പ്രത്യേകിച്ച് ചെമ്പരത്തി, സീനിയ തുടങ്ങിയ ചെടികളിലേക്ക്. അതുകൊണ്ട് മൈറ്റ്സ് വന്ന ചെടികൾ മാക്സിമം മാറ്റി വയ്ക്കാം. ഈ അഫിഡ്സ് നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് മാത്രമല്ല, അല്ലാത്ത സമയത്ത് നമ്മൾ ചെടിയിൽ വരാറുണ്ട്. അതുകൊണ്ട് ചെടിയിൽ 15 ദിവസം കൂടുമ്പോൾ ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നീം ഓയിൽ സ്പ്രേ യൂസ് ചെയ്യാം. പിന്നെ വാടിയ ഇലകളുള്ള ചെടികളും വാങ്ങുന്ന സമയത്ത് ഒഴിവാക്കുക. ഇങ്ങനെയുള്ള ചെടികൾ വീട്ടിൽ കൊണ്ടുവന്ന് നനയ്ക്കുമ്പോൾ ഹെൽത്തി ആയി കാണുമെങ്കിലും കുറേ കാലം നമ്മളെ കയ്യിൽ നിൽക്കില്ല, വേഗം നശിച്ചു പോകും. പിന്നെ വാങ്ങുന്ന ചെടികളിൽ ബ്ലാക്ക് സ്പോട്ട്സ് കാണാറുണ്ട്. അങ്ങനെയുള്ള ചെടികളുടെ ഇലകളിൽ കൂടുതൽ വെള്ളമാവാതെ ശ്രദ്ധിക്കണം. വെള്ളമായി കഴിയുമ്പോൾ ഈ ഫംഗസ് പടരാനുള്ള ചാൻസ് ഉണ്ട്. ഫംഗിസൈഡ്, ഇൻസെക്ടിസൈഡ് ഒക്കെ സ്പ്രേ ചെയ്യാം. പക്ഷെ ചെടി നനയ്ക്കുമ്പോൾ ഇലകളിൽ കൂടുതൽ നേരം വെള്ളം തങ്ങിയിരിക്കാനുള്ള ചാൻസ് ഒഴിവാക്കണം. ഫംഗിസൈഡ് അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ് ഒക്കെ സ്പ്രേ ചെയ്യേണ്ടത് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്, വെയിലുള്ള ടൈമിൽ സ്പ്രേ ചെയ്യരുത്. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.